അന്യായ ടേസ്റ്റ് തന്നെ, ഒരു രക്ഷയില്ല. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഇത്രയും നാളായിട്ടും ചെയ്യാത്ത ഒരു ഐറ്റമാണ് ഇന്ന് ചെയ്യുന്നത്. ചിക്കൻ മഹാറാണി. ഈ പേര് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു രസമുള്ള ഒരു പേര് തന്നെ അല്ലേ, ചിക്കൻ മഹാറാണി. നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ? നല്ല രുചികരമായിട്ട് ആ ചിക്കൻ മഹാറാണി എങ്ങനെ ചെയ്തു നോക്കാം. നമ്മളൊരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്. 1 കിലോ ചിക്കൻ, ഇത്തിരി എല്ലോട് കൂടി ഉള്ളതാണ്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കട്ടെ. വെള്ളം നമുക്ക് വെളിയിൽ കൊണ്ട് കളയാം. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 3-4 പ്രാവശ്യമെങ്കിലും കഴുകിയെടുക്കട്ടെ. അപ്പം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു കൊട്ടയ്ക്കകത്തോട്ട് കോരി അങ്ങോട്ടിടും. വെള്ളമൊന്ന് വാരട്ടെ. ഇനി നമുക്ക് ഒരു 3 സവോള ഇതേപോലെ ഒന്ന് അരിഞ്ഞു വെക്കുക. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു കടായി അങ്ങോട്ട് വെക്കുക. അല്ല, ഒരു കുഴിവുള്ള ചീനച്ചട്ടി ആയാലും മതി. ഇത് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഓയിലൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഈ അരിഞ്ഞ് വെച്ചിട്ട് സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ സവോള ഒന്ന് വാർത്തെടുക്കണം. അപ്പം നമ്മുടെ ചിക്കൻ 1 കിലോ ഉണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് സവോള വാർത്തെടുക്കേണ്ടതുണ്ട്. ഈ സവോള നമുക്കറിയാമല്ലോ, ഒരു ബ്രൗൺ നിറമാക്കണം. അത്ര സമയം ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കട്ടെ. അപ്പം നമ്മുടെ സവോളയൊക്കെ തന്നെ ഇതുപോലെ ചുമന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടെ നിൽക്കണം. അത് തീ കുറച്ചും വെക്കല്ല, തീ നല്ലപോലെ കൂട്ടി തന്നെ വെച്ച് വേണം സവോള വറുത്തെടുക്കാൻ. കാര്യം നമ്മളിത് വറുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരുമ്പോൾ ഒരു ഭാഗം മാത്രം കരിഞ്ഞിരിക്കും ചെയ്യും. അതുകൊണ്ട് ഇത് വറക്കുമ്പോഴത്തേക്ക് അടുത്ത് തന്നെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഇതിപ്പം നമ്മുടെ സവോളയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചുമന്ന് വരുമ്പോഴത്തേക്കും അടുപ്പങ്ങ് നിർത്തിയിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് അമക്കി എണ്ണ ഞെക്കി ഇങ്ങോട്ട് എടുക്കും. നേരത്തെ ഇങ്ങോട്ട് ഇട്ടു. സവോള നമ്മൾ വറുത്തതിന് ശേഷം ഈ എണ്ണ കളയണ്ട, നമ്മൾ കറി വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. ഇതിങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഞാൻ. അവിടെ ഇരിക്കട്ടെ. അപ്പോൾ സവോള വറുത്ത് മാറ്റിയതിന് ശേഷം ഒരു പാൻ അങ്ങോട്ട് എടുക്കുക. ആ പാൻ്റെ അകത്തോട്ട് ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് മല്ലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു 3/4 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ അളവിൽ പെരുംജീരകം അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലയ്ക്ക, ഒരു 4-5 ഗ്രാമ്പൂ, ഒരു കഷ്ണം കറുവാപ്പട്ട. അത് ഞാനൊന്ന് മുറിച്ച് വെച്ചിരുന്നതാണ്. നമുക്ക് ഈ മസാല ഒന്ന് ചൂടാക്കണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പാൻ ചൂടാക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് ഓരോന്നോരോന്ന് ഇടുമ്പോഴത്തേക്കും അത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്നിച്ച് പാൻ്റെ അകത്താക്കിയിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു 10 ബദാമും 10 അണ്ടിപ്പരിപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോ ചിക്കനും ഓരോ രീതിയിലുള്ള ഐറ്റങ്ങളാണല്ലോ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കണ്ടോ, നല്ലപോലെ ചൂടാക്കി മല്ലിയൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതുണ്ട്, കരിഞ്ഞു പോകാതെ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഇങ്ങോട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. തണുക്കട്ടെ. അപ്പോൾ ഈ മസാലയൊക്കെ തണുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ചെറിയ ചൂടും വേണം, കൈയൊന്നും പൊള്ളരുത്. ഇനി നമുക്ക് ഇതൊക്കെ പൊടിക്കുന്ന ആ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഒന്ന് പൊടിച്ചെടുക്കുക. മസാലയൊക്കെ പൊടിഞ്ഞൊന്ന് നോക്കട്ടെ. നോക്കട്ടെ, നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ നല്ലപോലെ തരിയില്ലാതെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ അങ്ങോട്ട് എടുത്ത് ഇതേപോലെ ഒരു ബൗളിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ മഹാറാണി എന്ന് സുന്ദരിയാക്കണം. ആദ്യമേ തന്നെ
ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവോള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഐറ്റം എല്ലാം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ചങ്ങ് മാറ്റി വെക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ചേർക്കാം. അടുത്തായിട്ട് ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് കാശ്മീരി മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ്. ഇതിപ്പോൾ എരിവ് കുറച്ച് വേണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി നമുക്ക് അടുത്തായിട്ട് ഗരം മസാലപ്പൊടിയാണ്. നമ്മുടെ ഈ മസാലപ്പൊടി തന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. നിങ്ങളുടെ ഇതില്ലെന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി തന്നെ ചേർക്കാം. അപ്പോൾ ഈ മസാലപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് തൈരാണ് ചേർക്കാണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തൈരൂടെ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു 2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം മഹാറാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ തൈര് ചേർക്കുമ്പോഴത്തേക്കും ഒരു അത്യാവശ്യം പുളിയുള്ള തൈര് വേണം. തക്കാളി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കൈകൊണ്ട് തന്നെ ഇളക്കിയെങ്കിലേ ശരിയാകത്തുള്ളൂ. നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കാം. എന്നാലേ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാര്യം ഇതിൻ്റെ മസാലയും ഉപ്പും എല്ലാം ഒന്ന് പിടിക്കണ്ടേ. കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കിയാൽ ഇതെല്ലാം പിടിക്കത്തുള്ളൂ. അല്ല സ്പൂണിട്ടൊന്ന് ഇളക്കിയാൽ അത് കറക്റ്റ് നമുക്ക് അത് ഈ മസാല ഒന്നും ഇത് പിടിക്കത്തില്ല. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഫ്രീസറിൻ്റെ അകത്തൊന്നും വെക്കണ്ട, താഴെ വെച്ചാൽ അവിടെ ഇരിക്കട്ടെ. ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ആ സാധനം ഇങ്ങോട്ട് എടുക്കാം. വേണ്ട, ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. ഇത് നമ്മൾ നേരത്തെ സവോള വറുത്ത് വെച്ചിരിക്കുന്ന ആ എണ്ണയാണ്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇത് സവോള വറുത്തതിൻ്റെയാണ്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ നെയ്യൊക്കെ ഒന്ന് ഉരുകിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ ആ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി അപ്പോൾ ഇത് നല്ലപോലെ തീ കൂട്ടി തന്നെ വെക്കണം. എന്നിട്ട് നമുക്കൊരു 10-15 മിനിറ്റെങ്കിലും ഇത് ആ എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ ബൗളിനകത്തുള്ള ഈ അരപ്പൊടിങ്ങി എടുക്കാം. കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഇഷ്ടമുള്ള ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ഇളക്കി ഇവിടെ വെക്കുകയാണ്. നമുക്കിത് ചിക്കൻ്റെ അകത്ത് ഒഴിക്കാനുള്ളതാണ്. ഒന്ന് ഇളക്കി. ഓരോ ചിക്കനും ഓരോ രീതിക്കാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കും. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിക്കുള്ളതല്ല. ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഞാൻ എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് വാട്ടിയെടുക്കുക എന്ന് പറഞ്ഞിട്ട് അതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി അരപ്പ് വെള്ളം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് വേണം ചിക്കൻ നല്ലപോലെ വെന്ത് നല്ല ടേസ്റ്റോടെ കൂടി റെഡിയാക്കാൻ. 15 ഒരു 20 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിച്ചിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പോരാഴിയുണ്ടോ ചേർക്കണം. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മണമൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർത്തില്ല. കാര്യം വെച്ചാൽ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടിയൊക്കെ ഉള്ളതാണ്. ഒരല്പം എടുത്ത് നോക്കട്ടെ, എന്തായാലും പോരാഴിക്കുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. തണുത്ത് കിടക്കുന്ന കറിക്കകത്തുനിന്ന് എടുത്ത കൈയോടെ പോകും.
അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും പോരാഴിക്കുണ്ടോ. ഞാൻ ഒരല്പം മസാല മാറ്റി വെച്ചിട്ടില്ല, ആദ്യമേ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നു, അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഓക്കെ. അപ്പം ഞാൻ ഇതടി മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഇത് ഇട്ടേക്കാം, ഇതിൻ്റെ കുറവുണ്ടായിരുന്നു. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. ഇപ്പോൾ ആവശ്യത്തിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊന്നും ചേർക്കേണ്ട കാര്യമില്ല, ഈ മസാല മാത്രം ഒന്ന് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ. തീർച്ചയായിട്ടും ഈ രീതിയിലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള ഒരു ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇനി തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൊണ്ടിരിക്കട്ടെ, ഒരു 10 മിനിറ്റ് കൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ മഹാറാണി റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്താം എന്തായാലും നോക്കണ്ടേ. ഇപ്പം നമ്മുടെ ചിക്കൻ മഹാറാണി നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഇത് കാണുമ്പോഴായിരുന്നല്ലോ, പക്ഷേ എന്നാ പറഞ്ഞാലും ശരി നല്ല അന്യ ഒരു മണമാണ് കേട്ടോ. വേണ്ട, നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചിക്കനൊക്കെ വെന്തോ നോക്കണം. ഒരു ചെറിയ കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് വേണ്ട, ചിക്കനൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. ഇപ്പം കറി റെഡി ആയതിനു ശേഷം തേങ്ങ നിർത്താം. സാധാരണ നമ്മൾ ചിക്കൻ മേടിക്കുമ്പോൾ ഈ രീതിക്കൊന്നും പലയിടത്തും ചെയ്യത്തില്ല, വേറെ രീതിക്ക് നാട്ടിലുള്ള രീതിക്കാണ് പലരും ചിക്കൻ കറി വെക്കുന്നത് അല്ലേ. പക്ഷേ വല്ലപ്പോഴും ഒക്കെ ഇതേ രീതിയിൽ കൂടെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ, എന്നല്ലേ അറിയത്തുള്ളൂ ചിക്കൻ്റെ വേറെ രീതിയിലുള്ള കറികൾ. സൂപ്പർ കറിയായത് കേട്ടോ. കാര്യം ഇത് ചെയ്തു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ സത്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് കുറച്ച് കറി മാറ്റാം. നമുക്ക് അല്പം ചപ്പാത്തിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ അങ്ങനെയുള്ള ഏത് പൊറോട്ടയുടെ ഒക്കെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. നല്ല അത്യാവശ്യം ചാറോട് കൂടി നല്ലൊരു കറിയാണ്. ചിക്കൻ മഹാറാണി ഉണ്ടാക്കിയിട്ട് 2 ചപ്പാത്തിയിലൂടെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇച്ചിരി ചൂട് കറി. ഏതായാലും 2 ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കട്ടെ. ഗ്രേവി ചിക്കനൊക്കെ കൂട്ടി ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് ശരിയല്ല, പക്ഷേ പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാര്യം എന്നാണെന്നറിയോ, അന്യ ടേസ്റ്റ് തന്നെ, ഒരു രക്ഷയില്ല, പൊളി ടേസ്റ്റാണ്. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, കഴിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഒരേ രീതിയിലുള്ള ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരു മടുപ്പുണ്ടാകും. ഇത് എന്നാ പറയാൻ ശരി പൊളിയായിട്ടാണ്. അപ്പം ഞാനിത് കഴിക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുമുണ്ട്, നല്ല ടേസ്റ്റിയുള്ള കറി ഓർത്തപ്പോഴത്തേക്കും ഇത് കഴിക്കാൻ വിടുന്ന പറ്റില്ല. ഇത് മൊത്തം ഞാൻ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.